ബൽദേവ് സച്ചിദാനന്ദൻ, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് CPM സൃഷ്ടിക്കുന്ന ഒരു പ്രതിരോധം എന്ന് പറയുന്നത് പോലീസ് അന്വേഷണം നടക്കുന്നില്ലേ, CBI അന്വേഷണം കുടുംബം ആവശ്യപ്പെട്ടു, അത് സാധിച്ചു കൊടുത്തില്ലേ, പിന്നെ ഇവിടെ ആരെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഒരു സംവിധാനത്തിന്റെ മുഴുവൻ പാളിച്ചയാണ് ഇത്തരത്തിൽ ഒരു 20-കാരന്റെ ജീവൻ ബലിയാടാകാൻ കാരണം എന്നുള്ളത് ബോധപൂർവം മറച്ചുവെക്കുകയാണ്. ഇപ്പോൾ ഈ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെ പറയുന്നുണ്ട്. മരണ ദിവസം VC അവിടെ ഉണ്ടായിരുന്നു. സമയബന്ധിതമായി കാര്യങ്ങൾ നടത്തുന്നതിൽ VCക്ക് വീഴ്ച പറ്റി. അതോടൊപ്പം വാർഡൻ കൂടിയായ ഡീനിന്റെ പെരുമാറ്റം, അസിസ്റ്റന്റ് വാർഡന്റെ പെരുമാറ്റം, അവിടെ സീനിയർ വിദ്യാർത്ഥികളാണ് ഹോസ്റ്റൽ ഭരിച്ചിരുന്നത്. ഒരിക്കൽ പോലും ഈ അസിസ്റ്റന്റ് വാർഡൻ മുറികൾ പരിശോധിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നില്ല, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നില്ല. എന്തിന് ഇത്രയധികം കാടത്തത്തിന് വിധേയമായി ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടും മരണപ്പെട്ട് കഴിഞ്ഞിട്ടും ഇതിന്റെ ഗൗരവം പരമാവധി മറച്ചുവെക്കാൻ ഈ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പുറത്തു നിന്നുള്ള സഹായമുണ്ടായിരുന്നു. അതിന്റെ പിൻബലത്തിൽ തന്നെ അവർ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. പോലീസ് അന്വേഷണവും CBI അന്വേഷണവും ഒക്കെ ഒരു ഭാഗത്ത് നടക്കട്ടെ, പക്ഷേ ഇവിടെ ഔദ്യോഗിക തലത്തിൽ VC, ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ, അവിടെയുള്ള മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇവരെല്ലാം എങ്ങനെയാണ് ഒരു കൊടും ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുന്ന തരത്തിലേക്ക് പിന്നീടുള്ള പെരുമാറ്റം മാറേണ്ടി വന്നത്? നമ്മുടെ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച്, പുതിയ നിയമം BNSS അതനുസരിച്ച് കുറ്റം ചെയ്യുന്നത് മാത്രമല്ല, കുറ്റം ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുകയോ കുറ്റവാളികളെ അതിൽ നിന്ന് സംരക്ഷിക്കാൻ ശ്രമിക്കുകയോ ഇത് മറച്ചു വെക്കുകയൊക്കെ ചെയ്യുന്നതും ശിക്ഷാർഹമാണ്. അങ്ങനെ വരുമ്പോൾ രോഹിണി പറഞ്ഞതുപോലെ തന്നെ ഈ വൈസ് ചാൻസലർ ശശീന്ദ്രനാഥ്, ഡീൻ, അസിസ്റ്റന്റ് വാർഡ്, ഇവര് 3 പേരും ഇതിനകത്തെ യഥാർത്ഥ കുറ്റവാളികളാണ്. ഇവരെ സസ്പെൻഡ് ചെയ്യുക, ഡിസ്മിസ് ചെയ്താൽ മാത്രം ചെയ്താൽ പോരാ. ഇവർക്ക് ക്രിമിനൽ കേസ് വരുന്നതോടൊപ്പം തന്നെ സിവിൽ ലയബിലിറ്റി കൂടി ഉണ്ടാകും. കാരണം ഈ കുടുംബത്തിന് എത്ര ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണോ അത് ഇവരെ കൊണ്ട് കൊടുപ്പിക്കണം. ഇപ്പൊ നമുക്കറിയാം, നമ്പിനാരായണന്റെ കേസിൽ സുപ്രീം കോടതി ആ കേസിലെ പ്രതികൾക്കെല്ലാം ഇത്ര ലക്ഷം രൂപ വെച്ച് ഗവൺമെന്റ് ഉൾപ്പെടെ കൊടുക്കാനായിട്ട് വിധി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ലയബിലിറ്റിയും കൂടെ ഇങ്ങനെയുള്ളവർക്കെതിരെ വേണം. ഞാൻ ഒരു ഹോസ്റ്റലിൽ പഠിച്ചിട്ട് 1 മാസം അവിടെ നിന്നുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് മാറിപ്പോയി. പല ഹോസ്റ്റലുകളും പല ഗൂണ്ടകളുടെയും വിളയാട്ടമായിട്ട്, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും കുട്ടികളെ, വടക്കേന്ത്യയിലൊക്കെ പോയിട്ട് കുട്ടികൾ തിരിച്ചു പോരുന്നുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിലെല്ലാം ഉണ്ട്. ഹോസ്റ്റലുകളെല്ലാം ഗൂണ്ട വിളയാട്ടമായിട്ട് മാറിയിട്ടുണ്ട്. അതിന് നമ്മളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് കൊച്ചുങ്ങൾ. നമ്മൾ കുട്ടികളെ കോളേജിൽ ചേർക്കുന്നതും ഹോസ്റ്റലിൽ ചേർക്കുന്നതും ഒക്കെ അവരുടെ സുരക്ഷിതമായ ഒരു ഭാവിക്ക് വേണ്ടിയാണ്. അവർക്കവിടെ പഠിക്കാൻ കഴിയാത്തത് മാത്രമല്ല, ഈ സംഭവം തന്നെ നമ്മൾ ആ ശ്രീജിത്ത് പണിക്കരൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഫെബ്രുവരി മാസം 18-ാം തീയതി സംഭവം നടക്കുന്നു. 16-ാം തീയതി 2 ദിവസം ഈ കുട്ടിയെ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നു. ആ പീഡനം അങ്ങേയറ്റമാണ്. അത് നമുക്ക് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് വായിക്കുമ്പോൾ തന്നെ അല്പം മനുഷ്യത്വമുള്ള അത് വായിക്കാൻ പോലും പറ്റില്ല. അന്ന് ഞാൻ 2-3 ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് നിയമപരമായ ഒരു പ്രശ്നം, ഈ കുട്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യ എന്നാണ് റിപ്പോർട്ട്. കാരണം അങ്ങനെ വരും. ഒരാളിനെ ജീവനത്തെയാണ്, അന്ന് ഞാൻ പറഞ്ഞ വാചകം റിപ്പീറ്റ് ചെയ്യാണ്, ജീവനത്തെയാണ് കെട്ടിത്തൂക്കുന്നതെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത റിപ്പോർട്ടിൽ ആത്മഹത്യ വരും. അപ്പോൾ ഒരാളിനെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ട് എടുത്ത് കെട്ടിത്തൂക്കിയാൽ യഥാർത്ഥത്തിൽ 302 വിട്ട് കേസെടുക്കുമ്പോൾ കോടതിയിൽ വരുമ്പോൾ ഒരു വെല്ലുവിളിയാവും. കാര്യം അതിന്റെ എക്സ്പെർട്ട് ഒപ്പീനിയൻ, അതായത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ആത്മഹത്യ എന്ന് പറയുകയും പോലീസ് കൊലപാതകമായിട്ട് വരികയും ചെയ്യുമ്പോൾ കോൺട്രഡിക്ഷൻ വരും. കോടതിക്ക് ആകെ പ്രശ്നമാവും. അപ്പൊ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഗോസ് ടു ദ അക്യൂസ്ഡ് ഞങ്ങൾ കോടതിയിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കേസ് എടുത്തിരിക്കുന്നത് 306 ആണ്, കൊലപാതകത്തിന് വേണ്ടി ആത്മഹത്യാ പ്രേരണയാണ്. അതായിരുന്നില്ല യഥാർത്ഥത്തിൽ വേണ്ടത്. പിന്നെ കേസിന്റെ കാര്യം ആദ്യം കേരള പോലീസ് അന്വേഷിച്ചു, CBI അന്വേഷിക്കാൻ തന്നെ ഉത്തരവിട്ടു. CBI അതിന്റെ ആദ്യത്തെ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ കേസ് അതിന്റെ വഴിക്ക് പോകുന്നു. കേസ് അതിന്റെ വഴിക്ക് പോയാൽ പോരാ. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് ഒഴിവാക്കാൻ പാടില്ലാത്തതല്ല, ഇങ്ങനെ സംഭവിക്കാനേ പാടില്ല. നമ്മുടെ എല്ലാ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, അവർക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കാനേ പാടില്ല. പിന്നെ ഇപ്പോഴത്തെ നിയമപരമായ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ 9022/24 എന്നൊരു പെറ്റീഷൻ ഉണ്ട്. അത് ഇവിടെ ചർച്ച ചെയ്ത് പോകേണ്ട ഒരു കാര്യം കൂടിയാണ്. ആ പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്തത് ഡോക്ടർ MR ശശീന്ദ്രനാഥുമായി VC ആണ്. അദ്ദേഹം ഇത് ഫയൽ ചെയ്തത് ഈ സംഭവം നടന്ന ഫെബ്രുവരി മാസം 18-ാം തീയതി. മാർച്ച് മാസത്തിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണർ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്യുന്നത് 2010-ലാണ്
കേരളത്തിൽ ഒരു കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റി ആക്ട് എന്നൊരു ആക്ട് ഉള്ള 2010 ആക്ട്. അതിൽ സെക്ഷൻ 9(9) ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് അതിനകത്ത് ആ VC സസ്പെൻഡ് ചെയ്തു. ആ സെക്ഷൻ 9(9) പറയുന്നത് ചാൻസലർ ഷാൽ ഹാവ് ദ പവർ ടു റിമൂവ് VC ഫ്രം ദ ഓഫീസ് ബൈ ആൻ ഓർഡർ ഇൻ റിട്ടേൺ ഇൻ ചാർജസ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ, മിസ്കോണ്ടക്ട്, മിസ്മാനേജ്മെന്റ് എക്സെട്ര വിത്ത് സഫിഷ്യന്റ് റീസൺ. അപ്പൊ ഈ സെക്ഷൻ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് ഗവർണർ അത് ഒരു ഓർഡർ വിട്ടത്. അതിനകത്ത് പറയുന്ന ഒരു വാചകം റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ റിമൂവ് ചെയ്യുക എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ അതിനകത്തല്ല, സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണോ ഡിസ്മിസ് ചെയ്യുക എന്നുള്ളതാണോ? എന്തായാലും ആ ഒരു നടപടി ഗവർണർ കാണിക്കുന്ന മറ്റൊരുപാട് കാര്യങ്ങളോടെ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ഭരണഘടനാപരമായ പ്രതിസന്ധികൾ കേരളത്തിൽ സൃഷ്ടിക്കാറുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ ഗവർണർ എടുത്തൊരു തീരുമാനം വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ അതിനകത്തൊന്നും എതിർപ്പില്ല. അത് ചെയ്യേണ്ടിയിരുന്നതാണ്. ഗവൺമെന്റ് ചെയ്തില്ലെങ്കിൽ ഗവർണർ അത് ചെയ്തതാണ്. പക്ഷെ അതിന് രണ്ടാമത് പല കാര്യങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് ചർച്ചയിൽ പറയാം. അപ്പൊ ഇവിടെ അയാളെ സസ്പെൻഡ് ചെയ്തു. അതിനെതിരാ ഞാൻ പറഞ്ഞ ഈ റിട്ട് പെറ്റീഷൻ 9022-24 എന്ന റിട്ട് പെറ്റീഷൻ എന്ന് പറയുന്നത് ഗവർണറുടെ ഈ ഓർഡർ ചലഞ്ച് ചെയ്തുകൊണ്ട് ഡോക്ടർ MR ശശീന്ദ്രനാഥ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ആ റിട്ട് പെറ്റീഷൻ തള്ളുകയും ചെയ്തു. അതിനെ അദ്ദേഹം അപ്പീൽ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് മെറിറ്റ് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഗവൺമെന്റ് ആ കേസിൽ 1ാം പ്രതി ഗവൺമെന്റാണ്, 3ാം പ്രതിയാണ് ബഹുമാനപ്പെട്ട ഗവർണർ, 3ാം പ്രതി റെസ്പോണ്ടന്റ് R3 ആണ് അതിനകത്ത് ആ റിട്ട് പെറ്റീഷൻ തള്ളുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ റിട്ട് പെറ്റീഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിയാദ് റഹ്മാന്റെ എന്ന ജഡ്ജിയെ തള്ളിയപ്പോൾ ആ കേസും ഈ സിദ്ധാർത്ഥന് അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ റിട്ട് പെറ്റീഷൻ അംഗീകരിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ബാക്കി ഭാഗങ്ങൾ, അതിനകത്തുള്ള പോരായ്മകളെ കുറിച്ച് ഞാൻ ചർച്ചയുടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയാം. അപ്പൊ എന്തായിരുന്നാലും ഇങ്ങനെ നമ്മളെപ്പോഴും ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്, രോഹിണി, ഇത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു, നടക്കാൻ പാടില്ലാത്ത. പക്ഷെ അതിനേക്കാൾ ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും നടക്കുകയാണ്. പിന്നെ ഇതിനകത്ത് ഗവൺമെന്റിനെ സംബന്ധിച്ച് ബാക്കി പല കാര്യങ്ങളും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഗവൺമെന്റ് ശക്തമായ ഒരു നിലപാടെടുത്ത് ഗവൺമെന്റ് തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ ഉറപ്പ് കൊടുക്കുകയും ആ ഉറപ്പനുസരിച്ച് CBIക്ക് വിടുകയും CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ CBIക്കും പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും അതിനകത്ത് പക്ഷേ അതിലൊക്കെ പരക്ക വിമർശനങ്ങൾ നേരിട്ടിരുന്നു ശ്രീ ബൽദേവ്. നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് മുൻപായതുകൊണ്ട് മാത്രമാണ് അത് CBI അന്വേഷണത്തിലേക്ക് പോയത്. ഈ ആദ്യ ഘട്ടങ്ങളിലൊക്കെ പോലീസിന്റെ അനാസ്ഥ വ്യക്തമായിരുന്നു. അതുമാത്രമല്ല, തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന പ്രതികൾക്ക് വീരപരിവേഷം നൽകി കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീടാണ് ഈ റാഗിംഗ് നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ പോലും എഴുതി ചേർക്കേണ്ടി വന്നത് ഇത്രയധികം വിവാദമായതിനു ശേഷം. അതുകൊണ്ട് ഗവൺമെന്റ് ഏതു രീതിയിൽ ഈ കുടുംബത്തിന് അനുകൂലമായി നിന്നു എന്നുള്ളതൊക്കെ ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. താങ്കളിലേക്ക് എത്താം.